കെ വി തോമസ് എന്ന് പറഞ്ഞ ഇപ്പൊ CPM-ന്റെ വിശ്വസ്തനായി മാറിയിട്ടുള്ള കെ വി തോമസിന് 3 പെൻഷൻ കിട്ടും. MP പെൻഷൻ, MLA പെൻഷൻ, കോളേജിൽ പ്രൊഫസർ ആയിരുന്ന പെൻഷൻ. ഞാൻ ചോദിക്കട്ടെ, കരിയിലും കറയിലും പുകയിലും പണിയെടുക്കുന്ന പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളി 1600 കൂടി ചേർത്ത് 3200 രൂപയുടെ പെൻഷൻ ഈ പാവപ്പെട്ട സഹോദരിമാർ വാങ്ങിയാൽ ഈ ഭൂമി ഇടിഞ്ഞ് താഴ്ന്ന് പാതാളത്തിലേക്ക് പോകും. മാനം ഇടിഞ്ഞു വീഴുമോ? എനിക്ക് വാങ്ങിക്കാം, ബാലഗോപാലിന് വാങ്ങിക്കാം, ശ്രീമതി ടീച്ചർക്ക് വാങ്ങിക്കാം, എളമരം കരീമിന് വാങ്ങിക്കാം, സകല രാഷ്ട്രീയ നേതാക്കൾക്കും വാങ്ങിക്കാം, 2-3 പെൻഷൻ വാങ്ങിക്കാം. പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളി നിങ്ങൾ ചോദിക്കണം, വോട്ടിന് വരുമ്പോ അവരോട് നിങ്ങൾ ചോദിക്കണം, എന്തുകൊണ്ട് ഞങ്ങൾ 2 പെൻഷൻ നിങ്ങൾക്ക് എന്താ വാങ്ങാം, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? നമസ്കാരം പ്രിയപ്പെട്ട സമ്മതിദായകരെ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടി നിങ്ങളുടെ വീട്ടിലെത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടും നേതാക്കളോടും നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കണം. ഇതെൻ്റെ വാക്കുകളല്ല, കൊല്ലത്ത് RSP സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന പ്രേമചന്ദ്രൻ്റെ വാക്കുകളാണ്. പാവപ്പെട്ട ഒരു കശുവണ്ടി തൊഴിലാളിയായ സ്ത്രീ അവരുടെ ചെറുപ്പത്തിൽ തന്നെ, അതായത് 30-35 വയസ്സുള്ളപ്പോൾ അവളുടെ ഭർത്താവ് ഏതെങ്കിലും കാരണവശാൽ മരിച്ചു എന്ന് വിചാരിക്കുക. 1600 രൂപ അവൾക്ക് വിധവാ പെൻഷൻ കിട്ടും. എന്നാൽ കശുവണ്ടി തൊഴിലാളിയായ അവൾ 58 വയസ്സിന് ശേഷം കശുവണ്ടി ഫാക്ടറിയിൽ നിന്നും പെൻഷൻ പറ്റുന്നു. ഈ പെൻഷൻ പിന്നീട് കശുവണ്ടി തൊഴിലാളി എന്ന രീതിയിലുള്ള പെൻഷൻ കിട്ടുമ്പോൾ നിലവിൽ അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിധവാ പെൻഷനായ 1600 രൂപ ഈ ഇടതുപക്ഷ സർക്കാർ കട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് നിർത്തലാക്കും. ഒരാൾക്ക് 2 പെൻഷൻ പാടില്ല, അനുവദനീയമല്ല എന്നാണ് ഇടതുപക്ഷക്കാർ പറയുന്നത്. ഇതെന്ത് നീതിയാണ് എന്നാണ് MK പ്രേമചന്ദ്രൻ ചോദിക്കുന്നത്. ഒരാൾ ചെറുപ്പത്തിലെ തന്നെ വിധവയായി അവർക്ക് ആ വിധവാ പെൻഷന് അർഹതയുണ്ട്, അതിന് അവകാശമുണ്ട്. എന്നാൽ അവർ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, 58 വയസ്സ് വരെ അവർ ജോലി ചെയ്യുന്നു, അവിടെ നിയമാനുസൃതമായ പെൻഷൻ അവർക്ക് ലഭിക്കുന്നു. എന്നാൽ അവർ ജോലി ചെയ്ത അത്രയും കാലത്തെ നിക്ഷേപമായ പെൻഷൻ അവർക്ക് കിട്ടുമ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിധവാ പെൻഷൻ അല്ലെങ്കിൽ മറ്റു ക്ഷേമ പെൻഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കാർ നിർത്തലാക്കും. ഒരാൾക്ക് 2 പെൻഷൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം എന്നാണ് പ്രേമചന്ദ്രൻ കൊല്ലത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ സംസാരിച്ചത്. നിങ്ങളൊന്ന് ഓർക്കണം, ഈ ഇടക്കാലത്ത് ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ വിശ്വസ്തനായി ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറിയ പ്രൊഫസർ KV തോമസ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 3 പെൻഷനാണ് കൈപ്പറ്റുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വക്താവായി അദ്ദേഹം ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം 3 പെൻഷനാണ് കൈപ്പറ്റുന്നത്. MLA എന്ന രീതിയിൽ ഒരു പെൻഷൻ, അദ്ദേഹം ജോലിയിൽ പ്രൊഫസറായിരുന്നു. പ്രൊഫസർ ആയപ്പോൾ പ്രൊഫസറായി വിരമിച്ച അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നുള്ള പെൻഷൻ വേറെ, MP എന്ന രീതിയിലുള്ള പെൻഷൻ വേറെ. MLA ആയിരുന്നു, MP ആയിരുന്നു, പ്രൊഫസറായിരുന്നു KV തോമസ്. ഈ 3 ഇനങ്ങളിലുമുള്ള പെൻഷൻ KV തോമസിന് കിട്ടുന്നു. ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപയാണ് കിട്ടുന്നത്. വിധവാ പെൻഷൻ കിട്ടുന്നവർക്ക് ഒരു കാരണവശാലും അവരുടെ ഏതെങ്കിലും കമ്പനികളിൽ നിന്ന് വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പെൻഷൻ ലഭിക്കില്ല, ഏതെങ്കിലും ഒരു പെൻഷനെ കൊടുക്കൂ എന്ന് വാശി പിടിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറിയ KV തോമസിൻ്റെ 3 പെൻഷനുകൾ എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത് എന്നുള്ളതിന് നിങ്ങൾ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വീട്ടിൽ വോട്ട് തേടി വരുമ്പോൾ ചോദിക്കണം എന്ന് തന്നെയാണ് പ്രേമചന്ദ്രൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന പ്രേമചന്ദ്രൻ എന്ന MP ആയ ഞാൻ MP ആയി വിരമിച്ചു കഴിഞ്ഞാൽ, MP സ്ഥാനത്ത് നിന്നും നിഷ്കാസിതനായി കഴിഞ്ഞാൽ എനിക്ക് MP പെൻഷൻ കിട്ടും. അതുപോലെ ഞാൻ MLA ആയിരുന്നു, ഈ MLA പെൻഷനും എനിക്ക് കിട്ടും. അതായത് രാഷ്ട്രീയക്കാർ ഏതെങ്കിലും മണ്ഡലത്തിലൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ആനുപാതികമായ എല്ലാ പെൻഷനും, അനുവദനീയമായ എല്ലാ പെൻഷനും കിട്ടും, അതിനവർക്ക് അർഹതയുണ്ട്.
പാവപ്പെട്ടവർക്ക്, ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നവർക്ക് അല്ലെങ്കിൽ വിധവാ പെൻഷൻ കിട്ടുന്നവർക്ക് അവരുടെ ജോലിയിൽ നിന്ന് സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് അർഹമായി കിട്ടുന്ന പെൻഷൻ വേണ്ട എന്ന് നിർബന്ധം പിടിക്കുന്ന പിണറായി വിജയൻ സർക്കാരിലെ തന്നെ ഏതെങ്കിലും MLAക്ക് ഇത്തരത്തിൽ MP എന്ന രീതിയിലോ MLA എന്ന രീതിയിലുള്ള പെൻഷനുകൾ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം പെൻഷനുകൾ വേണ്ട എന്ന് വയ്ക്കുവാനല്ലേ ആദ്യം നടപടിയെടുക്കേണ്ടത് എന്നാണ് പ്രേമചന്ദ്രൻ ചോദിച്ചത്. തനിക്കും ഇത്തരത്തിലുള്ള പെൻഷൻ കിട്ടുമെന്ന് വെട്ടിത്തുറന്ന് തന്നെയാണ് പ്രേമചന്ദ്രൻ പറഞ്ഞത്. അതൊരു കാരണവശാലും ഒളിച്ചു വച്ചില്ല. തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് തേടുമ്പോൾ പ്രേമചന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ പറയുകയുണ്ടായി. 1600 രൂപ വിധവാ പെൻഷൻ കിട്ടുന്ന ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയ്ക്ക് അവരുടെ ജോലിയിൽ നിന്നും പെൻഷൻ കിട്ടുന്നത് ഒരുപക്ഷെ 1500-2000 രൂപയായിരിക്കാം. അങ്ങനെ 3600 രൂപ ഏറിപ്പോയാൽ 4000 രൂപ അവർക്ക് ആകെ പെൻഷൻ കിട്ടും. എന്നാൽ പ്രൊഫസർ KV തോമസിനെ പോലുള്ള ഇടതുപക്ഷത്തെ പ്രവർത്തകർ ഇപ്പോൾ നിലവിൽ വാങ്ങിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. ഇത്തരം അനീതിയും അരാജകത്വവും അക്രമവും അഴിമതിയും തുടച്ചു നീക്കാൻ പറ്റാത്ത ആളുകളാണ് പാവപ്പെട്ടവന്റെ കഞ്ഞിക്കലം തല്ലി ഉടയ്ക്കുന്ന രീതിയിൽ ഇത്തരം നിയമനിർമ്മാണങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് MK പ്രേമചന്ദ്രൻ പിണറായി വിജയൻ സർക്കാരിനും എതിരെ തുറന്നടിച്ചത്. പിണറായി വിജയൻ സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ബാലഗോപാലിന് എത്ര പെൻഷൻ കിട്ടുമോ എന്നുള്ളത് പിണറായി വിജയനോട് നിങ്ങൾ തന്നെ ഒന്ന് ചോദിക്കണം. അദ്ദേഹം MP ആയിരുന്നു. MP എന്ന രീതിയിൽ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടും. MLA സ്ഥാനത്ത് നിന്നും, അതായത് മന്ത്രിസ്ഥാനം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് MLA എന്ന രീതിയിലുള്ള പെൻഷനും കിട്ടും. ഒരാൾക്ക് 2 പെൻഷൻ പാടില്ല എന്ന് ധനകാര്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ ധനകാര്യമന്ത്രി എനിക്ക് ഇങ്ങനെയുള്ള പെൻഷൻ വേണ്ട എന്ന് ആദ്യമേ എഴുതി കൊടുക്കാത്തത്? ഇത് നിങ്ങൾ ചോദിക്കണം. രാഷ്ട്രീയക്കാർ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഇവിടുത്തെ നീതിയും നിയമങ്ങളും മാറ്റിമറിക്കുന്നു. പാവപ്പെട്ടവന് കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ അവൻ തെണ്ടി നടക്കുന്നു. മറിയക്കുട്ടിമാർ പിച്ചച്ചട്ടിയുമായി ക്ഷേമ പെൻഷന് വേണ്ടി തെണ്ടി നടക്കുന്ന സമയത്ത് സർക്കാർ ഇല്ലാത്ത പണം മുടക്കി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു. ക്ഷേമ പെൻഷൻ ആരുടെയും അവകാശമല്ല, സർക്കാരിൻ്റെ ഔദാര്യമാണ് എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ ഭീമമായ തുകകൾ പെൻഷനായി വാങ്ങിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ മന്ത്രിയായോ MP ആയോ MLA ആയോ സേവനമനുഷ്ഠിച്ചിരുന്ന ആളുകൾ 2ഓ 3ഓ പെൻഷനുകളെല്ലാം വാങ്ങിക്കുന്നു. ഇത് ഏത് നീതിയാണ്? ഏത് പക്ഷത്തിന്റെ നീതിയാണ്? ഇടതുപക്ഷത്തിന്റെ മാത്രം നീതിയാണ് എന്നാണ് NK പ്രേമചന്ദ്രൻ പിണറായി വിജയന്റെ നയവൈകല്യങ്ങളെയും തുറന്നടിച്ചുകൊണ്ട് സംസാരിച്ചത്. പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ കഞ്ഞിക്കലത്തിൽ കൈയിട്ടിളക്കുന്ന അവൻ ഒരു നേരത്തെ കഞ്ഞി പോലും കുടിക്കാൻ വകയില്ലാതെ, ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങിക്കാൻ ഗതിയില്ലാതെ പട്ടിണി കിടന്ന് നരകിച്ച് ചാകണം എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെയും പിണറായി വിജയൻ സർക്കാരിൻ്റെയും നയം. ഈ നയവൈകല്യത്തിനെതിരെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുന്നത്. തീർച്ചയായും ഇത്തരം അനീതികളും അക്രമങ്ങളും അഴിമതികളും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പാവപ്പെട്ടവർക്ക് കിട്ടുന്ന വിധവാ പെൻഷനോ ക്ഷേമ പെൻഷനുകളോ ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. എന്നാൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം അവർക്ക് അർഹതയുള്ള പെൻഷൻ നിഷേധിക്കുന്നത് ശരിയല്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള പെൻഷനുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അത്തരം പെൻഷനുകൾ നിഷേധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് തൻ്റെ അഭിപ്രായം എന്ന് പ്രേമചന്ദ്രൻ വെട്ടിത്തുറന്ന് പറയുകയുണ്ടായി. പിണറായി വിജയൻ സർക്കാരിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് NK പ്രേമചന്ദ്രൻ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രഖ്യാപനമല്ലേ 2 പെൻഷൻ പാടില്ല. ഭർത്താവ് മരണപ്പെട്ടു, വാഹനാപകടത്തിൽ മരണപ്പെട്ടു, ഭാര്യയ്ക്ക് വയസ്സ് 35. ആ പാവപ്പെട്ട സഹോദരിക്ക് 1600 രൂപയുടെ വിധവാ പെൻഷൻ കിട്ടും. അതേസമയം അത് കശുവണ്ടി തൊഴിലാളിയാണ്. 58ാമത്തെ വയസ്സിൽ കശുവണ്ടി തൊഴിലാളിയായിട്ട് പിരിഞ്ഞാൽ വിധവാ പെൻഷൻ വാങ്ങിയാൽ കശുവണ്ടി, വികലാംഗയാണെങ്കിൽ വികലാംഗ പെൻഷൻ കിട്ടുകയാണെങ്കിൽ കശുവണ്ടി തൊഴിലാളി പെൻഷൻ കൊടുക്കില്ല. വാർദ്ധക്യകാല പെൻഷൻ കിട്ടിയാൽ കശുവണ്ടി തൊഴിലാളി. എന്ത് നീതി, എന്ത് ഇടതുപക്ഷം! ഈ പറയുന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം, ഞാൻ നാളെ MP എല്ലാമായാൽ എനിക്ക് 2 പെൻഷൻ കിട്ടും. ഞാൻ നാളെ MP എല്ലാമായാൽ MLA ആയിരുന്ന പെൻഷൻ എനിക്ക് കിട്ടും, MP ആയിരുന്ന പെൻഷനും കിട്ടും. അത് നിങ്ങളെപ്പോലെ 1600 രൂപയല്ല, 2ഉം കൂടി ചേർത്താണ് 19,000-ഓളം രൂപയുടെ പെൻഷൻ ഒരു മാസം എനിക്ക് കിട്ടും. ഈ പെൻഷൻ കൊടുക്കാൻ പാടില്ല, 2 പെൻഷൻ കശുവണ്ടി തൊഴിലാളി കൊടുക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന
ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നാളെ മന്ത്രി അല്ലാതായി MLA അല്ലാതായാൽ ആ മന്ത്രി ബാലഗോപാലിന് MLA പെൻഷനും കിട്ടും, രാജ്യസഭാംഗമായിരുന്ന പെൻഷനും കിട്ടും. KV തോമസ് എന്ന് പറഞ്ഞ ഇപ്പൊ CPM-ന്റെ വിശ്വസ്തനായി മാറിയിട്ടുള്ള KV തോമസിന് 3 പെൻഷൻ കിട്ടും. MP പെൻഷൻ, MLA പെൻഷൻ, കോളേജിൽ പ്രൊഫസറായിരുന്ന പെൻഷൻ. ഞാൻ ചോദിക്കട്ടെ, കരിയിലും കറയിലും പുകയിലും പണിയെടുക്കുന്ന പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളി 1600 കൂടി ചേർത്ത് 3200 രൂപയുടെ പെൻഷൻ ഈ പാവപ്പെട്ട സഹോദരിമാർ വാങ്ങിയാൽ ഈ ഭൂമി ഇടിഞ്ഞ് താഴ്ന്ന് പാതാളത്തിലേക്ക് പോകും. മാനം ഇടിഞ്ഞു വീഴുമോ? എനിക്ക് വാങ്ങിക്കാം, ബാലഗോപാലിന് വാങ്ങിക്കാം, ശ്രീമതി ടീച്ചർക്ക് വാങ്ങിക്കാം, എളമരം കരീമിന് വാങ്ങിക്കാം, സകല രാഷ്ട്രീയ നേതാക്കൾക്കും വാങ്ങിക്കാം, 2ഉം 3ഉം പെൻഷൻ വാങ്ങിക്കാം. പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളി നിങ്ങൾ ചോദിക്കണം, വോട്ടിന് വരുമ്പോ അവരോട് നിങ്ങൾ ചോദിക്കണം, എന്തുകൊണ്ട് ഞങ്ങൾ 2 പെൻഷൻ നിങ്ങൾക്ക് എന്താ വാങ്ങാം, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ?